നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ ഓണാശംസകൾ. ഉത്രാടപ്പാച്ചിലൊക്കെ ഇടം വരെയായി. എല്ലാവരും ഭയങ്കര ബിസിയാണോ? പിന്നെ എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് വായിട്ട് അലച്ചലച്ച് പറയുന്നത് ഇന്ന് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല. പിന്നെന്താ ഞങ്ങളാണെങ്കിലേ രാവിലെ വീഡിയോ എടുക്കാനായിട്ട് ഇരുന്നതാണ്. എല്ലാവരും സെറ്റ് സാരിയൊക്കെ ഉടുത്ത് മലയാളി മങ്കുകളൊക്കെ ആയിട്ടൊക്കെ വന്ന്. പക്ഷേ ഉണ്ടല്ലോ, ഓണത്തിൻ്റെ തലേദിവസമല്ലേ, കടയും മുഴുവൻ നല്ല തിരക്ക്. പിന്നെ ഞാനാണ് ഒന്നാമത്തെ കൾപ്പിരിറ്റ് അതിനകത്ത്. എന്താ പറയുക, ഞാൻ സാരി ഉടുക്കുക. പിള്ളേരെല്ലാം ഒരുങ്ങി നിന്നിട്ട് അവർ പറയുകയാണേ, ഇപ്പം അവരെല്ലാം കോലമായി. രാവിലെ തൊട്ട് ഇങ്ങനെ കസ്റ്റമേഴ്സിനെ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവരെല്ലാം കോലമായി കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇറങ്ങി. സാരി ഉടുത്തിട്ട് നല്ലതാണോ നോക്ക്, നല്ലതാണോ? സാരി ഉടുത്തിട്ട് നല്ലതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, ചീത്തയാണെങ്കിൽ പറയണ്ട കേട്ടോ. ഞാൻ ഇപ്പോൾ എത്ര കൊല്ലം കൂടിയാണ് സാരി ഉടുക്കുന്നതെന്ന് പറയട്ടെ. ഇപ്പോൾ ഒന്ന് ലാസ്റ്റ് സാരി ഉടുത്തത് അതെന്നേലും വട്ടല്ലേ, അത് വലിയ കാര്യമാണ്. പിന്നെ എല്ലാവരും കാണിച്ചു തരാതെ. ഇപ്പോൾ ഇച്ചിരി കസ്റ്റമറൊക്കെ ഇച്ചിരി മാറി നിൽക്കുന്ന സമയം നോക്കി നമ്മൾ വീഡിയോ എടുക്കുക. എൻ്റെ സ്റ്റാഫിനൊക്കെ ആദ്യത്തെ ആളിത് കേട്ടോ, അനീഷ്. ഒരു ഹാപ്പി ഓണം പറ. കസ്റ്റമർ എന്താ പറയുന്നത്, ലോകം മുഴുവൻ ഇരിക്കുന്ന, എവിടെ ദൂരെ കേരളത്തിലും വെളിയിലും എവിടെയോ ലോകം മുഴുവൻ ഇരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എന്തോ പറയണ്ടേന്ന് അറിയത്തില്ല. എനിക്ക് മൊത്തം ഒരു ഇത് കയറിയേക്കുക. ഒരിക്കലും എനിക്കിങ്ങനെ പറയാനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ഈ പെണ്ണുങ്ങൾ കിടന്ന് മിച്ച് വിളിക്കുക കിടന്ന്. എന്നിട്ടേ അതുകൊണ്ട് ഞാനൊന്നും ഒരിക്കലും പ്രിപ്പയർഡായിട്ട് ഒരിക്കൽ പോലും വീഡിയോയ്ക്ക് വരാറില്ല. മറ്റേ തുണി കാണിക്കുന്ന പോലെയല്ലോ. ഇന്ന് എന്തോ ഒരു ചെറിയൊരു സുന്ദരം. ഇവരെയൊക്കെ പരിചയപ്പെടാനൊന്നും ഇല്ലല്ലോ, ഇവരെയൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. ഇത് ഗീത ചേച്ചി, അഞ്ജു, ചിഞ്ചു, മഞ്ജു, എല്ലാവരും ഉണ്ടല്ലോ. മടുത്ത് നിൽക്കുക കേട്ടോ. പിന്നെന്ന് പറയട്ടെ, ഉത്രാടപ്പാച്ചിൽ ഞങ്ങൾക്ക് എവിടെയും പാച്ചിൽ തന്നെയായിരുന്നു. പിന്നെ എന്നാൽ നമുക്കിനി അകത്തേക്ക് പോകാം. ഒരിടവും കാണിക്കാൻ പറ്റുന്ന അവസ്ഥയിലൊന്നുമല്ല, എന്നാലും കാണിക്കാമെന്നല്ല, എന്നാലും നമുക്ക് ഇവിടെ നിന്ന് ഇതുണ്ടോ മൊത്തം കിടക്കുക. പിന്നെ ഓണം ആയി കഴിയുമ്പോൾ ഇവിടെ ഫാനും ഇതൊന്നും ഇല്ലേ, ഇതൊക്കെ സ്വിച്ചുകളാ അറിയാവോ. പിന്നെ എല്ലാവരുടെയും ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞോ? ഇങ്ങനെ മൈക്ക് പിടിക്കാൻ എനിക്കൊന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. ഇങ്ങനെ മൈക്ക് പിടിച്ചോ ഇങ്ങനെയൊക്കെ പറയാനൊന്നും എനിക്ക് അറിയാം. നമ്മളിവിടെ കുത്തി വെച്ചേക്കുമ്പോൾ അതുപോലും അറിയാതെ അങ്ങൊന്ന് വർത്താനം പറയുമല്ലേ ചെയ്യുന്നത്. പിന്നില്ല, എനിക്ക് അപ്പടി തലവേദനയായിരുന്നു. എനിക്ക് 2-3 ദിവസമായിട്ട് ഭയങ്കര തലവേദനയാണ്. ഓണം പരിപാടിയൊക്കെ എന്നാ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണോ? ഹാപ്പി അല്ലാത്തവർക്കും ആരും ഹാപ്പി അല്ലാതിരിക്കാതിരിക്കട്ടെ. എല്ലാവർക്കും നല്ല എന്നാ പറയുന്നത്, നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ സന്തോഷിക്കുക. ഞാനിതൊക്കെ വലിയ ഉപദേശങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര അൺഹാപ്പി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ടെൻഷനോ പ്രശ്നങ്ങളോ ഒന്നുമല്ല, നല്ല തലവേദനയായിരുന്നു. എനിക്ക് അങ്ങനെയാണ്. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം അങ്ങ് നിന്ന് പിടിക്കും. അപ്പോൾ ഓണം ആയിക്കൊണ്ട് നല്ലൊരു ദിവസം ആയിക്കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ട. ഇതുണ്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ സാധനങ്ങളെല്ലാം കിടക്കുന്നുണ്ടോ? ഇതേ ചുരിദാർ സെറ്റൊക്കെ ഒത്തിരി ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഒത്തിരി ഓണത്തിന് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ഫുൾക്കാരിയൊക്കെയാണ്. ഫുൾക്കാരിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടത് നെറ്റ് കോട്ടായും ഫുൾക്കാരിയും മുടാളും ഒക്കെയാണെന്ന് എനിക്കൊന്ന്. ഇത്തരമൊന്നും കാണിക്കാനൊന്നും ഇല്ല. ഇതുണ്ട് നമുക്ക് മഹേശ്വരി സിൽക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ബനാറസി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ കുറേ ഓൺലൈനിൽ ഞാൻ അങ്ങനെ ചുരിദാർ സെറ്റ് കാണിക്കത്തില്ല. ഇവിടെ ചുരിദാർ സെറ്റാണ്, പക്ഷേ കാണിക്കാൻ പറ്റുന്നില്ല. റാക്കേലൊന്നുമില്ല. റാക്കേലേ ഉള്ളത് മുഴുവൻ ടേബിളിൽ കൂടെയാണ്. അപ്പോൾ പിന്നെ ഒന്നുമില്ല. എല്ലാവർക്കും സുഖമാണോ? എന്നെ ഭയങ്കര ഇത് വെച്ചിട്ടേ എപ്പോഴും എന്നെ ഒരേ കാര്യം തന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അപ്പയ്യ അതിനും കുറ്റം പറയുന്ന ആൾക്കാർ കാണും. പിന്നെ പറഞ്ഞത് തന്നെയും പിന്നെയും പറയുക എന്നൊക്കെ പറയുമായിരിക്കും. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അപ്പം വേറെ കൂടുതലൊന്നും പറയാനില്ല. അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ ഒരോണമായിരിക്കട്ടെ. സങ്കടപ്പെട്ടിരിക്കുന്നവരെല്ലാം ഞാൻ പറയട്ടെ, നമുക്ക് എല്ലാ കാലവും എന്നും ഒരുപോലെ ആയിരിക്കത്തില്ല.
ഒത്തിരി പേര് എനിക്ക് നേരിട്ടറിയാം എന്നാൽ ധാരാളം ആൾക്കാരുണ്ട്. മനുഷ്യർ സങ്കടപ്പെട്ടും വേദനിച്ചും ആകുലതകളിൽ ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. സന്തോഷത്തിൽ ജീവിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ മൈൻഡ് സെറ്റും ഉണ്ട്. അതെന്നത് നമ്മൾ ആ മൈൻഡിനെ എപ്പോഴും എന്നാ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലർക്ക് ഒന്നുമില്ലെങ്കിലും ഒത്തിരി സന്തോഷിക്കാൻ കഴിയും, ചിലർക്ക് എന്തുണ്ടെന്ന് പറഞ്ഞാലും സന്തോഷിക്കാൻ കഴിയത്തില്ല. പിന്നെ ചിലർക്ക് എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് സന്തോഷത്തിനല്ല, എനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടല്ലേ, അതിൻ്റെ ഒരു വിഷമമുള്ളൂ. അതൊന്നും സാരമില്ല. എനിക്കത് അതിനകത്തൊരു സങ്കടം ഒന്നും കണ്ടോ, കുഞ്ഞുടുപ്പ് കണ്ടോ, അടിപൊളിയില്ല, നല്ല രസമല്ലേ. എന്തോരം ഇത് പിള്ളേരുടെ സെക്ഷനാണേ, കുട്ടികളുടെ സെക്ഷനാണേ. ഓണത്തിനിടെ പൂട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്ന ഒന്ന് വേറൊന്ന്, പറയുന്ന വേറൊന്ന്. ഞാൻ സാരി എടുത്തിട്ട് നല്ലതാണോ ഒന്ന് എനിക്ക് എന്തൊക്കെയോ പോലെ. എന്നിട്ട് രാവിലെ രാവിലെ തൊട്ട് സാരി എടുക്കാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുക. എന്നിട്ട് എൻ്റെ പെങ്കൊച്ചുങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റാഫ് ഇപ്പോൾ കണ്ടവരൊക്കെ ഇല്ലേ, അവരല്ലാതെ വേറെ 1-2 പേരും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഇവിടെ ഇല്ല. ഓൺലൈനിൽ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന ആൾക്കാർ അതല്ല, അത് ഇവിടുത്തെ സ്റ്റാഫാണ്, ഷോപ്പിലെ സ്റ്റാഫാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, അവർ എനിക്ക് സാരിയുടെ പ്ലീറ്റ്സ് ഇപ്പോൾ ചിഞ്ചുവിനെ കണ്ടില്ലേ, ചിഞ്ചു ആണ് എനിക്ക് സാരി ഉടുത്ത് തന്നെ. ചിഞ്ചു നന്നായിട്ട് സാരി ഉടുക്കും. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ കടയുടെ ഇനാഗുറേഷന് സാരി ഉടുക്കേണ്ടതായിരുന്നു ഞാൻ ഓർക്കും. ചിഞ്ചു നല്ലതായിട്ട് സാരി ഉടുക്കുമല്ലോ എന്ന് ഓർത്തു. എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് എന്നെ അറിയത്തില്ല. അപ്പം കൂടുതലൊന്നും പറയണ്ട, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമുക്കുള്ളത് ഉള്ളതുപോലെ സന്തോഷിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓണം, ക്രിസ്മസ്, അങ്ങനെ ഓരോരോ ഇത് വെച്ചിരിക്കുന്ന മനുഷ്യനെന്നും ഈ ജീവിതവും ഓട്ടവും പാച്ചിലും. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ഫാസ്റ്റ് ലൈഫ് ആർക്കും ഒന്നിനും നേരവും ഇല്ല, അങ്ങനെയില്ല, ആരെയും കാണുന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ നാളെ എനിക്ക് എവിടെയും പോകാൻ ഇഷ്ടമില്ല. സ്വസ്ഥമായിട്ട് ഷോപ്പൊന്നുമില്ല, നാളെ ഷോപ്പിന് അവധിയാണല്ലോ, ഷോപ്പൊന്നുമില്ല, അത് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുക, വൈകുന്നേരം സന്ധ്യയ്ക്കൊരു സിനിമയ്ക്ക് പോവുക, അത് മാത്രമേ എൻ്റെ ആഗ്രഹം. പക്ഷേ നമുക്ക് വീട്ടിലൊക്കെ പോകണമല്ലോ, പേരൻസിൻ്റെ ഒക്കെ അടുത്തൊക്കെ പോകണമല്ലോ. ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരാഗ്രഹം. സ്വസ്ഥതക്കേടുണ്ടെന്നല്ല, ഈ നമുക്ക് ജോലിപരമായിട്ട് നമ്മളിങ്ങനെ അലച്ചിലല്ലേ. അപ്പം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ, എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നേ, ഞാനതെല്ലാം മറന്നും പോയി, എന്നാന്ന് ഓർക്കുന്നില്ല. പിന്നില്ലേ, ഞാൻ ഈ കടയുടെ ലൊക്കേഷൻ ചോദിക്കുന്ന ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാനാ കാണുന്നെങ്കിൽ ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരാറുണ്ട്. അല്ല ഇപ്പോൾ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവർ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരുന്നുണ്ടോ എന്നറിയത്തില്ല. ഇത് കാഞ്ഞിരപ്പള്ളിയിലാണ് ഷോപ്പ്, കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്. കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടോ, ഇതാണ് എൻ്റെ പരിപാടി. ഞാൻ സാരി ഉടുത്താൽ ഏത് മനുഷ്യർക്കും മനസ്സിലാവും ആദ്യമായിട്ട് സാരി ഉടുക്കുന്നത്. അങ്ങനത്തെ ഗോഷ്ഠികൾ അല്ലെ തന്നെ ഇച്ചിരി ഗോഷ്ഠി കൂടുതലാണ്. കുരിശുങ്കലാണ് ഇത്, കുരിശുങ്കൽ ജംഗ്ഷൻ എന്ന് പറയും. അങ്ങോട്ട് തിരിയുമ്പോഴേ കടമപ്പുഴ, ആർക്ക് ചോദിച്ചാലും അറിയാം കടമപ്പുഴ ആർക്കേഡ്. കടമപ്പുഴ പണ്ടേ തൊട്ട് ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയിലെ പുരാതന ആശുപത്രിയായിരുന്നു. അപ്പോൾ കടമപ്പുഴ ആർക്കേഡ് എന്ന് പറയുന്ന അവിടെയാണ് നമുക്ക് കയറി പോകുന്ന വഴി, ഇറങ്ങി വരുന്ന വഴിയെല്ലാം ഞാൻ ഒരു ദിവസം അല്ലാതെ എൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. അത് ഇപ്പോൾ ഈ തിരക്കല്ലേ, എല്ലായിടത്തും തിരക്കാണ്, കടയ്ക്കുള്ളിലും കടയ്ക്ക് വെളിയിലും എല്ലാം തിരക്കാണ്. കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒത്തിരി നേരം നമ്മൾ വീഡിയോയും പൊക്കിക്കൊണ്ട് നടക്കുന്നത് ശരിയല്ലെന്നല്ല, എനിക്ക് അതുകൊണ്ട് നാണമല്ലെന്ന് എന്നെ എന്തോ ഒരു സുഖം, ഒരു സാധനം അതാണേ. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. ടാറ്റ.